ഇനി കോട്ടയത്തുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വ്ലോഗിൽ വരുന്നതായിരിക്കും. അങ്ങനെ കോട്ടയത്തെത്തി. സ്റ്റെപ്പിംഗ് ഇൻ ടു ഡെലീഷ്യസ് പാലപ്പം ആൻഡ് ബീഫ് കറി കുക്ക് ബൈ മൈ ലവിങ് അമ്മ. ആക്ച്വലി ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത്. ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നല്ല മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്ഷീണം കാരണവും വിശപ്പ് കാരണവും ആ ടൈമിൽ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. വീട്ടിൽ വന്നു, എല്ലാവരെയും കണ്ടു, സന്തോഷമായി. പിന്നെ ഇത് കുറച്ച് പൂക്കൾ, പിന്നെ ഇതെൻ്റെ ചായ വീഡിയോ എടുത്താണ്. നീറ്, എല്ലാവരും കൂടെ തിരക്കിട്ടങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നു എൻ്റെ വ്ലോഗ് കാണാനായിരിക്കും. നമ്മുടെ അവിടെ മാവും പ്ലാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ജംഗിൾ, അതായത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ ഒരു പച്ചപ്പിച്ചർ കൂടുതലാണ് എൻ്റെ വീടിന് ചുറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് അതുകൊണ്ട് ഇതുപോലത്തെ പ്രാണികളൊക്കെ വരും. പിന്നെ ഇതായിരുന്നു തോട്. പിന്നെ വീണ്ടും കുറച്ച് പൂക്കൾ. ഞങ്ങൾ തോടെന്നാണ് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഉള്ള തോടാണത്. പിന്നെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു മിസ്റ്റർ ജോൺസ് ബേക്കിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു പുതിയ കേക്ക് ഷോപ്പ് പാമ്പാടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പോകണമെന്നുണ്ടായിരുന്നു. അവിടെ പോയി അവിടെ നിന്നൊരു ചോക്കോലേറ്റ് കേക്ക് മേടിച്ചു. ഇതെൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അങ്ങനെ ഇത് മേടിച്ച് ഞങ്ങൾ അമ്മച്ചിയെ പോയി കണ്ടു. ഇവിടെ ഒരു എക്സ്ട്രാ ഡിസൈൻ ഈ വീഡിയോയിൽ കാണുന്നത് അതെൻ്റെ അമ്മച്ചിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഡിസൈനാണ്. എന്നാ കൊച്ചി കേക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് വന്ന് തൊട്ടു. അങ്ങനെ പുതിയൊരു ഡിസൈൻ ആ കേക്കിന് വന്നു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, കഴിച്ചു. അവിടുന്ന് ഉച്ചയ്ക്ക് ആൻറ്റി നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഞാനും എച്ചാനും എൻ്റെ 2 ആങ്ങളമാർ അപ്പു, ചക്കുട്ടൻ, ഞങ്ങൾ 4 പേരും കൂടെ ലോക കാണാൻ പോയി. ഇലക്കത്തോട്ടിലുള്ള അഞ്ചാനി മോൾ ആൻഡ് സിനിമാസിലാണ് സിനിമ കാണാൻ പോയത്. നല്ല പടമായിരുന്നു. പിന്നെ ഒരു ദിവസം ഡിന്നർ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി കഴിച്ച് സന്തോഷം പങ്കിട്ടു. വിച്ചാച്ചൻ, ആൻറ്റി, കണ്ണമ്മച്ചി, ചോക്കുട്ടൻ, അമ്മമ്മ, സയാങ്കുട്ടൻ, പിന്നെ ഞാൻ, ചയന, പുട്ടൻ, അച്ഛ, അമ്മ, എല്ലാവരും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ സൺഡേ മോർണിംഗ് എൻ്റെ മമ്മിയും പപ്പ വന്നു, അതായത് മദർ ഇൻ ലോ ആൻഡ് ഫാദർ ഇൻ ലോ, പിന്നെ ബ്രദർ ഇൻ ലോ റോണിച്ചേട്ടനും, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തായ നിഖിലും. അങ്ങനെ വന്നു. രാവിലെ നമ്മുടെ വീട്ടിൽ അവർ ഭക്ഷണം കഴിച്ചു. നല്ല പൊറോട്ടയും ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. ഒരു മനോഹരമായ യാത്രയായിരുന്നു. പുതിയ കാറിൽ, വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവൻസർ എന്ന് പറഞ്ഞ കാറ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. അങ്ങനെ പോയി അവരുമായിട്ട് നമ്മൾ സന്തോഷം പങ്കിട്ടു. തിരിച്ചു വന്നു. ഇത് നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയാണ്. ഞാൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ചർച്ച് വിസിറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മാൻഡേറ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തവണ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കൂടെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും കണ്ടു. നല്ല മനോഹരമായ ഒരു പള്ളിയാണിത്. ഒരു പ്രൗഢിയോടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പള്ളി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ നിരവധി പേരാൽ വ്യക്തിഹത്യ ചെയ്യപ്പെടുകയും അതേപോലെ ക്രൂശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെ അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ്. ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖഭാവത്തോട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മച്ചി മരിച്ചപ്പം ഇദ്ദേഹം നമ്മുടെ വീട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ചെറിയവരെ വലിയവരെന്നൊന്നുമില്ല. എന്തൊരാഘോഷം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമ്മളത് അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ആ വീട് വിസിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഞാനൊരു 2-3 പ്രാവശ്യം പല പല ചടങ്ങുകൾക്ക് പോയപ്പം ഇദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വളരെ പ്രസന്ന ഭാവത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്, ഒരു ചെറുപുഞ്ചിരിയോടെ. ചർച്ച് വിസിറ്റിന് ശേഷം ഞങ്ങൾ ലുലുമാളിൽ പോയി. കോട്ടയത്ത് ലുലുമാൾ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു മാൾ തന്നെയാണ്. പിന്നെ കൊച്ചിയുടെ അത്രയും വരത്തില്ല, എന്നാലും നമ്മുടെ കോട്ടയംകാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൾ തന്നെയാണ്. ലുലുമാളി വരുമ്പം അൽബേക്കിൽ നിന്ന് ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇതും ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ടതാണ്, അൽബേക്കിലെ ലോഡഡ് ഫ്രൈസ് നല്ലതാണെന്ന്. അങ്ങനെ അതും കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ്, പിന്നെ ഒരു ഡ്രിങ്ക്, അങ്ങനെ അത് കഴിച്ചു. അതേപോലെ ഈ ബെൽജിയൻ വോഫിളും നല്ലതായിരുന്നു.
വേറെ ഒരു ദിവസം ഞാൻ മണർകാട് പള്ളിയിൽ പോയി. ഈ പള്ളിയും ഞാൻ എപ്പോൾ വീട്ടിൽ വന്നാലും വിസിറ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണ്. വളരെ അത്ഭുതങ്ങൾ നടക്കുന്ന മാതാവിൻ്റെ പള്ളിയാണ്. മണർകാട് പെരുന്നാൾ വലിയ ഫേമസ് ആണ് നമ്മുടെ നാട്ടിൽ. പിന്നെ ഇവിടെ ഒരു കൽക്കുരിശുണ്ട്. ഈ കൽക്കുരിശിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ആ സ്റ്റോറി ഷോർട്ടായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാം. Parishioners sought the help of an elephant to lift and install the stone cross, but the owner was unwilling. When they came back to the church, they saw the elephant bowing before the installed cross. അതായത് ഈ കൽക്കുരിശ് നല്ല ഹെവിയാണ്. അപ്പോൾ അവർക്ക് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് കാരണം ഒരു ആനയുടെ സഹായം തേടി പുതുപ്പള്ളിയിലാണെന്ന് തോന്നുന്നു, പുതുപ്പള്ളി പ്രദേശത്താണ് പോയത്. പക്ഷേ ആനയുടെ ഓണർ സമ്മതിച്ചില്ല. അത് കാരണം അവർ തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ഈ കൽക്കുരിശ് അവിടെ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. അവർ അന്വേഷിച്ച് പോയ ആ ആന ഈ കൽക്കുരിശിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്നുമുണ്ട്. ഇതാണ് ഈ കൽക്കുരിശിന് പിന്നിലുള്ള ഒരു കഥയല്ല, വിശ്വാസമാണ്. അങ്ങനെ ഷടപടയെന്ന് ഞങ്ങളുടെ അവധിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ആന്ധ്രയ്ക്ക് പോകണം. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ 2 ട്രെയിൻ മാറിയാണ് പോകുന്നത്. കോട്ടയത്തുനിന്ന് ഈറോഡ് വരെ ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഞങ്ങൾ ഇതിലാണ് കോയമ്പത്തൂരിൽ നിന്ന് കോട്ടയത്തിന് വന്നത്. അതേ ട്രെയിനിലാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം സെക്കൻഡ് AC അല്ല, ഫസ്റ്റ് AC ആണ് ബുക്ക് ചെയ്തത്. തിരിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈറോഡിൽ നിന്ന് ധർമ്മവാരം വരെ മധുരൈ കാച്ചിഗുഡ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, അതും ഫസ്റ്റ് AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ട്രെയിനിലുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. 9:40 ട്രെയിൻ ടൈം. നമ്മുടെ ട്രെയിൻ വന്നപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു. ട്രെയിനിൻ്റെ ഫസ്റ്റ് AC കോച്ചിൽ എൻ്റെ ആദ്യത്തെ യാത്രയാണ്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. I will cherish this travel forever. ട്രെയിനിൻ്റെ ഫസ്റ്റ് AC ക്യാബിൻ ആൻഡ് കൂപ്പേ എന്ന് പറഞ്ഞാണ് കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്. ക്യാബിൻ എന്ന് പറയുമ്പം 4 പേർക്കുള്ളത്, കൂപ്പേ എന്ന് പറയുമ്പോൾ 2 പേർക്കുള്ളത്. നമുക്ക് ക്യാബിനാണ് കിട്ടിയിരുന്നത്, 4 പേർക്കുള്ളത്. പിന്നെ നമുക്ക് പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റ്സ് എല്ലാം റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യും. 3rd AC, 2nd AC, ഫസ്റ്റ് AC, 3rd AC തൊട്ട് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വിഷ് യു എ ഹാപ്പി ജേർണി എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിൻ്റെ കോൺടാക്ട് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2nd AC കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള ബ്ലാങ്കറ്റ്സ് നമുക്ക് കിട്ടിയത്. നല്ല ക്ലീനായിരുന്നു. ക്ലെൻലിനെസ് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ടവലും കൂടെ ഫസ്റ്റ് AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2nd AC എനിക്ക് തോന്നുന്നു ചോദിക്കുമ്പോഴാണ് അവർ ആ ടവൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് നിലവിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ചോദിച്ചപ്പോഴാണ് ആ ടവൽ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് AC അത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സദേൺ റെയിൽവേ 12/2024 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആ ടൈമിൽ പ്രിൻ്റ് ചെയ്ത പുതിയ ബെഡ്ഷീറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഉച്ചഭക്ഷണം IRCTCയുടെ ഈ കേറ്ററിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ഈ കേറ്ററിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് എങ്ങനെ ട്രെയിനിൽ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടി. നല്ല പാക്കിംഗ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. KFCയിൽ നിന്ന് ഒരു പോപ്കോൺ ചിക്കൻ റൈസ് ബൗളും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. അതേപോലെ ഇച്ചാൻ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണി ആയിരുന്നു. നല്ലതായിരുന്നു.
എ സിയിൽ പോകുമ്പം ഭക്ഷണം പാക്ക് ചെയ്യാറില്ല. കാരണം ഒരു പ്രാവശ്യം സെക്കൻഡ് എ സിയിൽ വന്നപ്പം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഭക്ഷണമെല്ലാം ഭയങ്കരമായിട്ട് തണുത്ത് പോയായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ IRCTCയുടെ ഈ കേറ്ററിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ഫ്രഷ് ആയിട്ട് ചൂടോടെ തന്നെ ഭക്ഷണം നമുക്കപ്പം കഴിക്കാൻ സാധിക്കും. പക്ഷേ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് പെട്ടെന്ന് തന്നെ തണുത്ത് പോയി. അതല്ലാതെ ചിക്കൻ റൈസ് ബൗൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിരിയാണി ആയിക്കോട്ടെ വളരെ നല്ലതായിരുന്നു. ടേസ്റ്റി ആയിരുന്നു, വൃത്തിയുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു. ഇത് ഫസ്റ്റ് AC ക്യാബിൻ്റെ ഇൻസൈഡ്. കർട്ടനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡോറും ഉണ്ട്, സ്ലൈഡിംഗ് ഡോർ. അങ്ങനെ ഈ റോഡിലേക്കുള്ള എൻ പയണം തുടർகிறது. അങ്ങനെ ഞങ്ങൾ ഈ റോഡെത്തി ഒരു ഹോട്ടലിൽ കയറി കാപ്പിയും ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ, അതായത് മധുരൈ കാച്ചിഗുഡ എക്സ്പ്രസ്, നമ്മൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോമിലല്ല, അത് വേറൊരു പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ഉണ്ട്. പക്ഷേ പണി നടക്കുന്നത് കൊണ്ട് ലിഫ്റ്റും എസ്കലേറ്ററും വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊരു ഗോൾഫ് കാർട്ടിലാണ് പോയത് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക്. അങ്ങനെ ഗോൾഫ് കാർട്ടിൽ കയറി നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ ഈറോഡ് ധർമ്മവാരം വരുന്ന ട്രെയിനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ നിൽക്കുമ്പം ആ ഗോൾഫ് കാർട്ട് അങ്ങോട്ട് എടുത്തതും നമ്മുടെ ട്രെയിനാണ് ഈ വരുന്നത്. ആക്ച്വലി നമ്മൾ ആ കട്ടിങ്ങിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആകുന്നിടം വരെ. അങ്ങനെ ആ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ് ആയിട്ട് എത്തിയതിന് ശേഷം നമ്മുടെ ഗോൾഫ് കാർട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നമ്മുടെ കോച്ച് നമ്പർ H1 ആയിരുന്നു. അങ്ങനെ ഇതേ ഗോൾഫ് കാർട്ടിൽ കൂടെയാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ച് പേടി വന്നെനിക്ക്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ആ ട്രെയിൻ വന്നത്. നമ്മുടെ ഗോൾഫ് കാർട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്തുകയും ട്രെയിൻ വരുന്നതും ഒരുമിച്ചായിരുന്നു. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എനിക്ക് കുറച്ച് പേടി തോന്നി. അങ്ങനെ നമ്മുടെ ട്രെയിൻ നേരത്തെ വന്നു ഈ റോഡിൽ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വന്നാലും ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സാധാരണ ഞാൻ കേർട്ടൻസ് ആണ് കണ്ടിരിക്കുന്നത്, വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. ഇതൊരു വേറെ മോഡൽ കവറിങ് കണ്ടപ്പം ഞാനതങ്ങ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 5 മണി 5:30 ആയപ്പം ധർമ്മവാരം റെയിൽവേ സ്റ്റേഷനെത്തി. സോ ഇനി വേറൊരു വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റെപ്പിംഗ് ഔട്ട്. ഗുഡ് ബൈ.